നമസ്കാരം. കഥാബുക്കിൻ്റെ ഇന്നത്തെ അവതരണത്തിലേക്ക് സ്വാഗതം. പേറിയ വയറിൻ്റെ ആളൽ. സമയം 7:30 പത്രം വന്നിട്ടില്ല. TV വെക്കാന്ന് വെച്ചാൽ കറണ്ടുമില്ല. റേഡിയോൻ്റെ ബാറ്ററി തീർന്നിട്ട് 2 ആഴ്ചയായി. മാറ്റിയിടാൻ പറഞ്ഞിട്ട് അച്ഛനും മോനും ഒരനക്കുമില്ല. ഇനി മാലു ലീവിന് വരുമ്പോൾ ഓളോട് ആ മൊബൈലിൽ റേഡിയോ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് പഠിക്കണം. ഞായറാഴ്ചകളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കറണ്ട് ഇല്ലാതിരിക്കുന്ന പതിവുണ്ട്. ഇതെന്താ ഇന്ന് രാവിലെ മുതലേ ഇല്ലല്ലോ? ഇന്ന് ചപ്പാത്തിയും ബാജിയും. ധനേഷിന് ഞായറാഴ്ച ചപ്പാത്തിയും ബാജിയുമാണ് ഇഷ്ടം. ഇന്ന് ജോലി ഇല്ലാത്തത് കൊണ്ട് സമയമെടുത്ത് ചപ്പാത്തി പരത്തി ചുട്ട് കഴിക്കാം. എന്നെ സഹായിക്കാൻ ചിലപ്പോൾ അവനും ഇരിക്കും. മാലു അടുക്കളയിലേക്ക് വരുന്നത് അവളുടെ എച്ചിൽ പാത്രം തിരികെ കൊണ്ടുവെക്കാൻ മാത്രമാണ്. അല്ലെങ്കിലും പുന്നാരപ്പെങ്ങൾ കരിയും പുകയും കൊള്ളുന്നത് ആങ്ങളക്കിഷ്ടമല്ല. അതുകൊണ്ടുകൂടിയാണ് മനസ്സില്ലാ മനസ്സോടെ അവൻ കല്യാണത്തിന് സമ്മതിച്ചതും. നീ ഒരുത്തിനെ കൂട്ടിക്കൊണ്ടുവാ. മാലുവിനും ആലോചനകളൊക്കെ വരാൻ തുടങ്ങിയില്ലേ? അമ്മക്കൊരു കൂട്ട് വേണ്ടേ ധനേഷേ? ബാലൻ മാഷ് കോലായിൽ കസേരയിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ മുറ്റത്തെ സൈക്കിളിൽ ചാരി നിന്ന് അവൻ സമ്മതം മൂളി. ഞാനും പിള്ളേരുടെ അച്ഛനും മാസങ്ങളായി ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് മാഷ് അരനിമിഷം കൊണ്ട് സാധിച്ചെടുത്തത്. ബാലൻ മാഷ് പറഞ്ഞാൽ നാട്ടിലെ പുൽക്കൊടി പോലും തലയാട്ടും, എല്ലാം സമ്മതിച്ചുകൊണ്ട്. പിള്ളേരുടെ അച്ഛൻ രാവിലെ 6 മണിക്ക് പോയതാണ്. എങ്ങോട്ടാണെന്നോ എപ്പം വരുമെന്നോ ഒന്നും പറഞ്ഞില്ല. കേളോത്തെ സോമൻ ബൈക്കിൽ വന്ന് വിളിച്ചു, ശിവേട്ടാ ശിവേട്ടാ. ആരാന്ന്? സോമനാ? നടാ. സോമനും പിള്ളേരുടെ അച്ഛനും വളപ്പിൽ അല്പം മാറി നിന്ന് സംസാരിച്ചു. ആണുങ്ങളുടെ വർത്തമാനത്തിൽ തലയിടാതെ ഞാൻ അടുക്കളയിലേക്ക് പോന്നു. ഒരു ഷർട്ടിങ് എടുത്താ. പിന്നാമ്പുറം മാറിയിട്ടിരുന്ന നീല നിറത്തിലുള്ള ഫുൾക്കേ ഷർട്ട് ഞാൻ കൊണ്ടുകൊടുത്തു. ഉടുത്തിരുന്ന കായുമുണ്ടുപോലും മാറ്റിയെടുക്കാൻ നിൽക്കാതെ സോമന്റെ ബൈക്കിന്റെ പിറകിലിരുന്ന് പോയി. വരട്ടെ, കാലിച്ചായ പോലും കുടിക്കാതെ ആരെ സേവിക്കാൻ പോയതാണെന്ന് വന്നിട്ട് ചോദിക്കണം. റാഷിദേ, പെണ്ണേ, കറണ്ടിൻ്റെ ആടാ? ഇല്ലല്ല സരസ്വേച്ചി, രാവിലെ പോയതാണ്. തസ്ലി ഇനി എണീറ്റില്ലേ? ഞായറാഴ്ച രാവിലെ തസ്ലീമ ഇവിടെ ഹാജരുണ്ടാകും. അഷ്ഫാഖിൻ്റെയും റാഷിദയുടെയും 5 വയസ്സുകാരി മൊഞ്ചത്തി. ഓൾ ഉപ്പാൻ്റെ പരം തുക്കാൻ പോയി. നീ നാരായണേച്ചിൻ്റെ അടുത്ത് നോക്കിനാ കറണ്ട് ഉണ്ടാന്ന്? ചിലപ്പോൾ നമ്മളെ ലൈൻ മാത്രം പോയതാണെങ്കിലോ? ആടി ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇപ്പം സുമേഷ് പാട്ട് വെച്ചിട്ടുണ്ടാവൂലേ? സുമേഷ് വീട്ടിലുണ്ടോ എന്ന് അറിയുന്നത് പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ്. ഞായറാഴ്ച ഉച്ചവരെ അവൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ ശരിയാണ്, ഒരു ലൈനിലും കറണ്ടില്ല. നീട്ടമ്മയിലരച്ച് തേങ്ങയും ഇട്ട് കറി വെച്ചു. ഒരു 12 ചപ്പാത്തി ചുട്ട് കാസറോളിൽ വെച്ചു. നേരം 10:30. ഉച്ചക്കഞ്ഞി കരിയിടണം. കറി വെക്കാൻ മീൻ വാങ്ങാൻ പറയണം. അച്ഛനോ മോനോ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുവരട്ടെ. കൊണ്ടുവന്നാൽ വെച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ താളും തണ്ട് മോരൊഴിച്ച് വെച്ചു കൊടുക്കും. കഴിക്കട്ടെ രണ്ടാളും. കോളിംഗ് ബെൽ മുഴങ്ങി. അരി കഴുകുന്നത് പകുതിക്ക് വെച്ച് നിർത്തി മുന്നാമ്പുറത്തേക്ക് ചെന്നു. വാർഡ് മെമ്പർ രാജശ്രീ, പിന്നെ കുടുംബശ്രീയിലെ ഓമനയും സൈനബയും ഷോജയും. എല്ലാരും ഉണ്ടല്ല. പിരിവിനിറങ്ങിയതാ? ഇന്ന് നിന്റെ അടുക്കല്ലേ ഷോജ കുടുംബശ്രീ? ബുക്കിൽ വെക്കാനുള്ള പൈസ പോലും ഇവിടെ വെക്കാണ്ടാന്ന് 2 ആളും പോയിനി. മറ്റ് ധനേശെങ്കിലും ഒരു 10 രൂപ മേശവരീൻ്റെ അടിക്ക് വെക്കും. അതും കാണുന്നില്ല. പിരിവിനൊന്നും അല്ലപ്പാ, രാജശ്രീ പറഞ്ഞു. നിങ്ങൾ ചായനും കുടിച്ചാ? ചെരുപ്പഴിച്ച് മുറ്റത്തിട്ട് ചവിട്ടുപേട് കയറിക്കൊണ്ട് രാജശ്രീ ചോദിച്ചു. മോൻ ഇന്നലെ പോയതാണ്. ഇന്ന് ഈ നേരമായിട്ടും കുടി അടങ്ങിയിട്ടില്ല. അച്ഛനും രാവിലെ തന്നെ കുടിവെള്ളം പോലും കുടിക്കാണ്ട് കേളത്തെ സോമന്റെ കൂടെ പോയി. അവര് വന്നിട്ട് ചായ കുടിക്കാം. കഞ്ഞിക്ക് അരി കഴുകുമെന്ന് അന്നേരാ നിങ്ങൾ വന്നേ. അവർ 4 പേരും ഇറയത്ത് കയറി വന്നു. ഒരു വണ്ടി വന്ന് ഹോണടിച്ചപ്പോൾ ഞങ്ങൾ 5 പേരും ആ ദിശയിലേക്ക് കണ്ടിരുന്നു. എൻ്റെ 2ാമത്തെ ആങ്ങള അശോകന്റെ കാറാണ്. അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വീതം വെപ്പ് ചർച്ചയ്ക്കിടെ മൂത്ത ആങ്ങള ഗണേശന്റെ മുത്തിക്കടിച്ച് എന്നെ ചീത്തയും വിളിച്ചിറങ്ങിയതാണ് തറവാട്ടിന്ന്. അതിനുശേഷം അവനെ കാണുന്നത് ഇന്നാണ്. കാർ ഒരു ഓരത്ത് നിർത്തി അശോകൻ ഇറങ്ങി. പിന്നിലിരുന്ന ആരോടോ അവൻ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അശോകന്റെ ഭാര്യ രമണി ആദ്യം ഇറങ്ങി.
ചുളിവ് മാറാത്ത കാപ്പി നിറത്തിലുള്ള കോട്ടൺ സാരി. സാരി തലയെടുത്ത് മറുചുമലിലൂടെ ഇട്ടിരുന്നു. രമണിയുടെ കൈകൾ കാറിലിരുന്ന മറ്റൊരു വളയിട്ട കൈക്ക് താങ്ങുകൊടുത്തു. മാലു. ഇവളെന്താ ഈ കോലത്തിൽ? കണ്ണെഴുതാതെ, പൊട്ടു തൊടാതെ, ചുരിദാറിനോട് ചേർന്ന ക്യൂടെക്സും കാതിലും വളയും മാലയും ഒന്നുമില്ലാതെ, മുടി കെട്ടിയിട്ടില്ല. ചുരിദാറിന്റെ ഷാൾ മുന്നിൽ തട്ടം വരത്തക്ക രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഈ കോലത്തിൽ ഇവരുടെ ആങ്ങളെ എങ്ങാൻ കാണണം. അപ്പൊ തുടങ്ങും ബന്ദ്രക്കോലപ്പം തുള്ളാൻ. കാറിൽ നിന്നിറങ്ങിയ പാടെ മാലു രമണിയുടെ ദേഹത്ത് ചാഞ്ഞു. വലത്തെ കൈകൊണ്ട് ഷാലിന്റെ തുമ്പെടുത്ത് വായ പൊത്തി മാലു കരയുന്നുണ്ട്. എന്റെ മോക്കെന്നാ മുത്തപ്പ പറ്റിയേ? ഞാൻ സർവശക്തിയും എടുത്ത് അവരുടെ അടുത്തേക്ക് ഓടി. ഷോജയും സൈനബയും എന്നെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ പിടികൊടുത്തില്ല. എന്റെ ശബ്ദം കേട്ടതും രമണിയുടെ പിടിവിട്ട് മാലു ഓടി വന്നു. എന്നെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. എന്നാ പറ്റി എന്റെ മോക്ക്? എന്റെ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് അവളുടെ വാക്കുകൾ ഒരു പീശാക്കത്തിയായി എന്റെ നെഞ്ചിൽ തറച്ചു. എന്നെ കടി കൂടാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇനി ഉണ്ടാവൂലമ്മേ. എന്റെ കൈകൾ മാലുവിൽ നിന്ന് അയഞ്ഞു. കൈ തളർന്ന് താഴെ തുടയിലിടിച്ചു. കാലിന് തരിപ്പ് കയറുന്നത് പോലെ. രാവിലെ കുടിച്ച കട്ടൻ ചായ അടിവയറ്റിൽ നിന്ന് നെഞ്ചിലും അവിടെ നിന്ന് തൊണ്ടയിലൂടെ വായിലേക്കും തികട്ടി വന്നു. കണ്ണിൽ ഇരുട്ടു കയറുന്നു. ഏതോ കൈകൾ എന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. എന്റെ പിടിവിട്ട മാലു കരഞ്ഞുകൊണ്ട് രമണിയുടെ നെഞ്ചിലേക്ക് ചാർന്നു. എന്റെ ഏട്ടൻ പോയില്ലേ കുഞ്ഞമ്മായി? രമണിയും അശോകനും മാലുവിനെ താങ്ങിപ്പിടിച്ചു. രമണിയും നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. രമണിയുടെയും മാലുവിന്റെയും ഉച്ചത്തിലുള്ള കരച്ചിൽ. എന്റെ മോന് ധനേഷിന് എന്തു പറ്റി? എനിക്ക് ചോദിക്കണം. അശോകനോട്, രമണിയോട്, എന്റെ മോളോട്. പക്ഷേ ശബ്ദം വരുന്നില്ല. അവസാനമായി തൊണ്ടയിൽ നിന്ന് വന്നത് കട്ടൻ ചായയുടെ ചോ മാത്രം. കണ്ണുകളടഞ്ഞു, കാതുകളടഞ്ഞു, കവിളുകൾ നനഞ്ഞു. എത്ര നേരമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് അറിയില്ല. കണ്ണു തുറന്നു, കാതും. തെക്കേയകത്തുള്ള കട്ടിലിലാണ്. രണ്ടാമത്തെ ആങ്ങളെ ഗണേശന്റെ ഓള് ശോഭ എന്റെ തലയെടുത്ത് അവളുടെ മടിയിൽ വെച്ചിട്ടുണ്ട്. എന്റെ നെഞ്ചിനു കുറുകെ ഒരു വെള്ള തോർത്തിട്ടിട്ടുണ്ട്. വളയിട്ട ഒരു കൈ എന്റെ വയറിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. അകം നിറയെ അയൽപക്കക്കാർ പെണ്ണുങ്ങൾ. സുശീല, കൈക്കോളം കണ്ണേട്ടന്റെ രണ്ടാമത്തോള് ചോയിയേച്ചി, വണ്ണാംപ്രേമന്റെ ഓള് സുജാത, നാരായണി, കുണ്ട്രവളപ്പിലെ മഞ്ജുള. അങ്ങനെ ചിരപരിചിതമായ കണ്ണുകൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിൽപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി അറിയില്ല. ചിലരുടെ കൈകൾ കീഴ്ത്താടിക്ക് താങ്ങായി. ചിലരത് വയറിന് കുറുകെ കെട്ടി. കാതിലേക്ക് വന്നത് കട്ടിലിന് മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ മുരൾച്ചയും ഏതോ ഒരു കുട്ടിയുടെ കരച്ചിലും. അത് പെട്ടെന്ന് നിന്നു. നാട്ടുകാരൊക്കെ എന്റെ മുന്നിലുണ്ട്. അതിരാവിലെ വെറും വയറോടെ ഇറങ്ങിപ്പോയ മനുഷ്യന് ഇനിയും എന്നെ കാണാൻ വരാൻ നേരായിട്ടില്ല. കിടന്ന കിടപ്പിൽ ഞാൻ വലത്തോട്ട് നോക്കി. കിടക്കയിൽ തലതാഴ്ത്തി മാലു കരയുന്നുണ്ട്. അവൾ കൈ എന്റെ വയറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കരച്ചിലിനിടയിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഒന്നും വ്യക്തമാകുന്നില്ല. ഉള്ളിലിനി ആരെങ്കിലും കാണാനുണ്ടാ? സോമന്റെ ശബ്ദമാണ്. വിനു, രജീഷേ, ഒന്ന് ആത്തേക്ക് വന്നാ. രാജേച്ചി, സരസ്വേച്ചിനെയും മാലോണിയും കൂട്ടിക്കോ. സോമൻ വിളിച്ചു പറഞ്ഞു. എന്റെ സരസ്വേച്ചി. കട്ടിലിന്റെ കാൽഭാഗത്തിരുന്ന എന്റെ ഇളയാനുജത്തി സ്മിത. അപ്രതീക്ഷിതമായ നിലവിളിയിൽ ഞാനൊന്നും ഞെട്ടി. മാളുവിന്റെ കരച്ചിലും ഉച്ചസ്ഥായിയിലായി. സോമനും വിനോദും അകത്തേക്ക് കയറി വന്നു. ശോഭ എന്നെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. പ്രജീഷും രാജശ്രീയും ചേർന്ന് മാളുവിനെ പിടിച്ചു. ഇവരെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ എന്ത് വിശേഷമാണുള്ളത്? ഒന്നും മനസ്സിലാകുന്നില്ല. ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് തല വെളുത്ത തുണി കൊണ്ട് കെട്ടി എന്റെ മോന്റെ ശരീരം ഒരു മുഴുവാഴയിലെ തുണ്ടിൽ കിടത്തിയിരിക്കുന്നു. വലതു കവിളിൽ താടിയല്ലു വരെ ഒരു മുറിവ്, ചോരപ്പാടുണ്ട്. എന്റെ പൊന്നു മോനെ. എന്നെ താങ്ങിയിരുന്ന കൈകളിൽ നിന്നും ഞാൻ ധനേഷിന്റെ ദേഹത്തേക്ക് ഊർന്നു വീണു. ഒന്ന് എണീറ്റ് വാ ധനേഷേ. മോനെ, ചപ്പാത്തിയും ബാജിയും കാസറോളിൽ ഉണ്ടടാ. മാലു മോളെ, നീ വിളിക്ക് ഏട്ടനെ. ഒന്ന് എണീക്കാൻ പറ. ചുറ്റും കൂടി നിൽക്കുന്നവർക്കിടയിലൂടെ കണ്ണുകൾ എന്റെ പാതിയെ തിരഞ്ഞു. വിളിക്കപ്പാ. ഓൻ എന്തിനാ ഇത്രയും നേരം ഉറങ്ങുന്നു?
ആ കപ്പിൽ വെള്ളം കൊണ്ടെന്നാ ഏപ്പാ. എൻ്റെ കാല് പിടിച്ചുകൊണ്ട് മാലുവും വീണു. ഏട്ടാ, കണ്ണ് തുറക്കേട്ടാ, രണ്ടടിതാ ഏട്ടാ, ഏട്ടാ, അമ്മേ, അമ്മേ, അമ്മേ. ആ മോനെ. ആ വിളി കേട്ടുകൊണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു. കണ്ണ് നിറഞ്ഞിരുന്നു. ദേഹം മുഴുവൻ വിയർപ്പായിരുന്നു. വലതുഭാഗത്ത് ചുമരിനോട് ചേർന്ന് പിള്ളേരുടെ അച്ഛൻ സുഖനിദ്രയിലാണ്. ആ വരെ. ഞാൻ ചാടി എഴുന്നേറ്റു. തെക്കേകത്തെ വാതിൽ തുറന്ന് മുൻവശത്തെ വാതിലിന്റെ സാക്ഷ്യം നീക്കി പുറത്തേക്ക് നോക്കി. കലങ്ങിയ കണ്ണിൽ അവന്റെ മുഖം വ്യക്തമായില്ല. ഞാൻ കണ്ണു തുറച്ചു. ഇതെന്നാ കണ്ണെല്ലാം കലങ്ങിനി? ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങിനി. നീ എന്നാ ഇത്ര നേരം പെയ്തേ? പ്രഥമന് തേങ്ങ പിയ്യാനുണ്ടായിന്. അമ്മ തിന്നുവാ. പകുതി ഉറക്കത്തിലും അല്പം മുമ്പ് കഴിഞ്ഞുപോയ ദുസ്വപ്നത്തിന്റെ ഞെട്ടലിലും അവന്റെ ചോദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അവൻ നടുവകത്തെ ലൈറ്റിട്ടു. ഞാൻ സമയം നോക്കി. 2:30. സമാധാനമായി. നേരം പുലരാറായില്ല. എന്നിരുന്നാലും വിളിച്ചു. മുത്തപ്പാ, വിളിച്ചു കാണുവേ. നീ എന്തെങ്കിലും തിന്നിനാ? കുളിച്ചിട്ട് വാ, ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പി തിന്നോളാം, അമ്മ കിടന്നു. വേണ്ട, വേം വാ. ഞാൻ ചോറും കറിയും വിളമ്പി. അവൻ കുളിച്ചിട്ട് വന്ന് പലമേലിരുന്നു. കഴിക്കാൻ തുടങ്ങി. ഞാനും ഒരു പലയെടുത്ത് അവന്റെ ഇടതുഭാഗത്തിരുന്നു. അവന്റെ ഇടത് കൈ പിടിച്ചു. പതിവില്ലാത്ത എന്റെ പെരുമാറ്റം. എന്നാ പറ്റീനി? അമ്മ പേടിച്ചിനേനുവാ. മക്കള് വരാൻ വൈതാല് ഏതൊരമ്മയും പേടിക്കും. എനിക്കിപ്പോൾ അതൊന്നും മനസ്സിലാവൂല. കുറച്ചുകൂടെ കഴിയട്ടെ. അവൻ കഴിച്ചു കിടന്നു. ഞാനും. പക്ഷേ കണ്ണടക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 3 മണിക്കൂർ. കോഴി കൂവിയതും പിള്ളേരുടെ അച്ഛനെ വിളിച്ചുണർത്തി. നോക്കിയാ, അത്രയും വേഗം മുന്നിലും ബാക്കിലും ഗ്രിൽസാക്കണം. വാതിലിനെല്ലാം ഇരുമ്പിന്റെ പട്ട പിടിപ്പിക്കണം. എന്റെ വ്യഗ്രത കണ്ട് അദ്ദേഹം മിഴിച്ചു നോക്കി. പിന്നെ തലയാട്ടി. മുണ്ടും കുപ്പായം ഇട്ട് കല്യാണത്തിന് പോകാനൊരുങ്ങിയ ധനേഷിനോട് പറഞ്ഞു, 6 മണിയാകുമ്പം കുടിയടങ്ങിക്കോണം. നേരം വൈകുന്നുണ്ടെ വിളിച്ചു പറയണം. മാലുവിനെ കൂട്ടാൻ പോണ്ടത് ഇന്നാന്ന്, മറക്കണ്ട. ഇന്നും രാത്രിയിൽ ഞാൻ അവന്റെ വാതിലിനടുത്ത് ചെന്ന് നിൽക്കും. TV തുറക്കാനും രാവിലെ പത്രം എടുത്ത് വായിക്കാനും ഒരു ഭയം. എനിക്ക് വേണ്ടപ്പെട്ടവരെന്നല്ല, ഒരമ്മയുടെ മകനും വാളിന്റെ മൂർച്ചക്കിരിയായ വാർത്ത കാണാനുള്ള ത്രാണി എനിക്കില്ല. കൊത്താൻ കൽപ്പന കൊടുത്തവനോ കുത്തുന്നവനോ അറിയുന്നില്ല മരിച്ചു വീഴുന്നവന്റെ വേദന, അവന്റെ വേണ്ടപ്പെട്ടവരുടെ വേദന, 10 മാസം നൊന്തുപെറ്റ എന്നെപ്പോലുള്ള വയറിന്റെ വേദന.